നമസ്കാരം, പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മുടെ കമ്പനി ബോർഡ് LGSന് വേണ്ടി ഒരു സൂപ്പർ എക്സ്പ്രസ് ക്ലാസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അപ്പൊ നമുക്ക് സമയം കളയേണ്ട ക്ലാസ്സിലേക്ക് പോവാം. നമ്മുടെ കേരള PSC ആവർത്തിച്ച് ചോദിക്കുന്ന 250 ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏതാ ഇതിൽ ശരിയല്ലാത്തത്? ആന്ധ്രാപ്രദേശ്, ഹൈദരാബാദ്. കാരണം എന്താ? ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാന നഗരമല്ല ഹൈദരാബാദ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ജോഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഹൈദരാബാദ് അല്ല. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ തലസ്ഥാനം അമരാവതി. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഏതാ? അമരാവതിയാണ്. ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ ഓഫ് ആന്ധ്രാപ്രദേശ് എന്നറിയപ്പെടുന്നത് അമരാവതി. ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ ഓഫ് ആന്ധ്രാപ്രദേശ് എന്നറിയപ്പെടുന്നത് അമരാവതിയാണ്. എക്സിക്യൂട്ടീവ് ക്യാപിറ്റൽ ഓഫ് ആന്ധ്രാപ്രദേശ് എന്നറിയപ്പെടുന്നത് വിശാഖപട്ടണമാണ്. എക്സിക്യൂട്ടീവ് ക്യാപിറ്റൽ ഓഫ് ആന്ധ്രാപ്രദേശ് എന്നറിയപ്പെടുന്നത് വിശാഖപട്ടണമാണ്. ജുഡീഷ്യൽ ക്യാപിറ്റൽ ഓഫ് ആന്ധ്രാപ്രദേശ് എന്നറിയപ്പെടുന്നത് കുർണൂലാണ്. ജുഡീഷ്യൽ ക്യാപിറ്റൽ ഓഫ് ആന്ധ്രാപ്രദേശ് എന്നറിയപ്പെടുന്നത് കുർണൂലാണ്. അങ്ങനെ 3 തലസ്ഥാന നഗരങ്ങളുള്ള സംസ്ഥാനമാണ് കേട്ടോ. ആരാണ്? നമ്മുടെ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. അമരാവതി പട്ടണം സ്ഥിതി ചെയ്യുന്ന നദീതീരം കൃഷ്ണ നദീതീരം. ഒരുപാട് തവണ ചോദിച്ചതാണ്. അമരാവതി പട്ടണം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? കൃഷ്ണ നദീതീരമാണ്. തെലുങ്കാനയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹൈദരാബാദ്. തെലുങ്കാനയുടെ തലസ്ഥാനമാണ് സത്യത്തിൽ ഏതാണ്? ഹൈദരാബാദ്. തെലുങ്കാന സംസ്ഥാനം നിലവിൽ വന്ന തീയതി 2014 ജൂൺ 2. പഠിച്ചോളണേ, തെലുങ്കാന സംസ്ഥാനം നിലവിൽ വന്ന തീയതി എന്ന 2014 ജൂൺ മാസം 2-ാം തീയതിയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന് തലസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് അമരാവതിയാണ്. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് അമരാവതി. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ എക്സിക്യൂട്ടീവ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് വിശാഖപട്ടണമാണ്. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ ജുഡീഷ്യൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് കുർണൂലാണ്. അമരാവതി പട്ടണം സ്ഥിതി ചെയ്യുന്ന നദീതീരം കൃഷ്ണ നദീതീരം. തെലുങ്കാനയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹൈദരാബാദ് ആണ്. തെലുങ്കാന സംസ്ഥാനം നിലവിൽ വന്ന തീയതി 2014 ജൂൺ 2 ആണ്. കേരള ജോഗ്രഫി മേഖലയിൽ നിന്നും കേരളത്തിലെ പ്രധാന ചുരങ്ങളാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേരളത്തിലെ പ്രധാന ചുരങ്ങൾ. ഏതൊരു PSC പരീക്ഷയിലും എടുത്തു ചോദിക്കും. അതിന് പ്രിലിംസ് എന്നോ മെയിൻസ് എന്നോ ഇല്ല, LGS എന്നോ ഡിഗ്രി ലെവൽ എന്നോ ഇല്ല. ഏതൊരു പരീക്ഷയ്ക്കും ചോദിക്കുന്ന മേഖലയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ. അപ്പൊ നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങളെ പറ്റി ഒന്ന് നോക്കാം. സുഹൃത്തുക്കളെ, ഈ ഒരു മേഖലയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ചുരം ഏതാണെന്നും അതുപോലെ അത് ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ, അത് സ്ഥിതി ചെയ്യുന്ന ജില്ല, അതിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏത്, ഇത്രയും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഭാഗത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ PSC ചോദിക്കുകയും ചെയ്യുന്നത്, ചുരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പൊ നമുക്ക് സമയം കളയണ്ട, അങ്ങനെ അങ്ങ് പഠിച്ചു പോകാം. ആദ്യമായി പഠിക്കേണ്ട ചുരമാണ് പാലക്കാട് ചുരം. ഏതാണ്? പാലക്കാട് ചുരം. പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും, ഇല്ലെങ്കിൽ നമ്മൾ പറയും പാലക്കാടിനെയും തമിഴ്നാടിനെയും തമ്മിലെന്നും കാണാറുണ്ട് കേട്ടോ. അപ്പോ പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാ? പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിലാണ്. പാലക്കാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ല തന്നെയാണ്. പാലക്കാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ല തന്നെയാണ്. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544. ഇമ്പോർട്ടന്റ് ആണ്, വ്യക്തമായിട്ട് ഇവിടെ വെച്ച് പഠിച്ചു പോണം. പാലക്കാട് ചുരം കടന്നു പോകുന്ന ദേശീയപാത ഏതാ? NH 544 ആണ്. ഒന്നുകൂടി പറയാം, പാലക്കാട് ചുരത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പാലക്കാട് ചുരം എവിടെയൊക്കെയാ ബന്ധിപ്പിക്കുന്നത്? പാലക്കാടിനെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്നു. ഇത് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയിൽ തന്നെയാണ്. ഇനി പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 544 ആണ്. രണ്ടാമതായി നമ്മൾ പഠിക്കേണ്ട ചുരമാണ് താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരത്തിന് മറ്റൊരു പേരുണ്ട്, വയനാട് ചുരം. ഈ 2 പേരും PSC കൃത്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. താമരശ്ശേരി ചുരം അല്ലെങ്കിൽ അവരുടെ മറ്റൊരു പേരെന്താ? വയനാട് ചുരം. താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ കോഴിക്കോടിനെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്നുണ്ട്, കോഴിക്കോടിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. രണ്ടിനും PSC ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണേ. അപ്പൊ താമരശ്ശേരി ചുരം അഥവാ വയനാട് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ചോദിച്ചാൽ ഒന്നുകിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷനിൽ കോഴിക്കോട് മൈസൂർ എന്ന് കാണും, ഇല്ലെന്നുണ്ടെങ്കിൽ കോഴിക്കോടിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണെന്ന്
നമുക്ക് കാണാം. ഇനി നമ്മുടെ താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് ജില്ല. ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ തെറ്റിക്കുന്ന പോയിന്റ് ആണ് പറഞ്ഞത്. താമരശ്ശേരി ചുരം അഥവാ വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അത് കോഴിക്കോട് ജില്ലയാണ്. തെറ്റിപ്പോവരുത്. വയനാട് ചുരം എന്ന് കേട്ട് നേരെ എടുത്ത് വയനാട് ജില്ല ഓപ്ഷനിൽ കൊടുത്ത് ഒത്തിരി ഉദ്യോഗാർത്ഥികൾക്ക് മൈനസ് കിട്ടിയിട്ടുണ്ട്. ശ്രദ്ധിച്ചു പഠിച്ചോളണം. താമരശ്ശേരി ചുരം അഥവാ വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ചോദിച്ചു കഴിഞ്ഞാൽ അത് NH 766 ആണ്. താമരശ്ശേരി ചുരം അഥവാ വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ചോദിച്ചു കഴിഞ്ഞാൽ അത് NH 766 ആണ്. അടുത്തതായി പഠിക്കേണ്ടതാണ് ആര്യങ്കാവ് ചുരം. ഏതാണ്? ആര്യങ്കാവ് ചുരം. ആര്യങ്കാവ് ചുരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ചെങ്കോട്ട ചുരം. ചിലപ്പോ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. ആര്യങ്കാവ് ചുരം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ? ചെങ്കോട്ട ചുരം. ആര്യങ്കാവ് ചുരം അഥവാ ചെങ്കോട്ട ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങള് പുനലൂരിനെയും ചെങ്കോട്ടയെയും തമ്മില്. ആര്യങ്കാവ് ചുരം അഥവാ ചെങ്കോട്ട ചുരം ബന്ധിപ്പിക്കുന്ന എവിടെയൊക്കെയാ? പുനലൂരിനെയും ചെങ്കോട്ടയും തമ്മില്. ആര്യങ്കാവ് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. ആര്യങ്കാവ് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എന്ന് ചോദിച്ചാൽ അത് NH 744 ആണ്. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാ സുഹൃത്തുക്കളെ? NH 744 ആണ്. പഠിക്കുക. അടുത്തതാണ് ബോഡി നായ്ക്കന്നൂർ ചുരം. എന്താണ്? ബോഡി നായ്ക്കന്നൂർ ചുരം. ബോഡി നായ്ക്കന്നൂർ ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഇടുക്കിയെ മധുരയുമായി ബന്ധിപ്പിക്കുന്നു, ഇല്ലെങ്കിൽ പറയാം കൊച്ചിയെ തേനിയുമായി ബന്ധിപ്പിക്കുന്നു. ഇതിന് രണ്ടിനും PSC ഉത്തരം നൽകിയിട്ടുണ്ട്. അപ്പൊ ബോഡി നായ്ക്കന്നൂർ ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാ? ഇടുക്കിയെ മധുരയുമായി ബന്ധിപ്പിക്കുന്നു നമുക്ക് പറയാം, ഇല്ലെങ്കിൽ നമുക്ക് പറയാം കൊച്ചിയെ തേനിയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏത്? ബോഡി നായ്ക്കന്നൂർ ചുരം. ബോഡി നായ്ക്കന്നൂർ ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മധുരയുടെ ഭാഗം അല്ലെങ്കിൽ തേനിയുടെ ഭാഗമാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ബോഡി നായ്ക്കന്നൂർ ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അത് ഇടുക്കി ജില്ലയാണ്. ഇനി നമ്മുടെ ബോഡി നായ്ക്കന്നൂർ ചുരം കടന്നു പോകുന്ന ദേശീയപാത ചോദിച്ചാൽ അത് NH 85 ആണ്. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാ? NH 85 ആണ്. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് ആലുവാമൊഴി ചുരം. ആലുവാമൊഴി ചുരത്തിന് മറ്റൊരു പേരുണ്ട് ആരംപൊളി ചുരം. എന്താണ്? ആരംപൊളി ചുരം, ഇല്ലെങ്കിൽ ആരമ്പാടി ചുരം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടും കേട്ടോ. ആലുവാമൊഴി ചുരം അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാ? ആരംപൊളി ചുരം അല്ലെങ്കിൽ ആരമ്പാടി ചുരം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഈ പേരുകളൊക്കെ ഓർത്തു വെക്കുക. അങ്ങനെയാണെങ്കിൽ ആലുവാമൊഴി ചുരം ബന്ധിപ്പിക്കുന്നത് എവിടെയൊക്കെ ആയിരിക്കും? തിരുവനന്തപുരം ജില്ലയെയും അതുപോലെ തിരുനെൽവേലിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആലുവാമൊഴി ചുരം. ആലുവാമൊഴി ചുരം എവിടെയൊക്കെയാ ബന്ധിപ്പിക്കുന്നത്? തിരുവനന്തപുരത്തെയും തിരുനെൽവേലിയും. രണ്ടും തിരുവുണ്ടല്ലേ? തിരുവനന്തപുരത്തെയും തിരുനെൽവേലിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്? ആലുവാമൊഴി ചുരം. അവന്റെ മറ്റൊരു പേരെന്താ? ആരംപൊളി ചുരം, അല്ലെങ്കിൽ മറ്റൊരു പേരെന്താ? ആരമ്പാടി ചുരം. ആലുവാമൊഴി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. ആലുവാമൊഴി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ലയാണ്. ആലുവാമൊഴി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ചോദിച്ചു കഴിഞ്ഞാൽ അത് NH 744A ആണ് കേട്ടോ. ആലുവാമൊഴി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ചോദിച്ചു കഴിഞ്ഞാൽ അത് NH 744A ആണ്. ഓർക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട ചുരമാണ് പേരമ്പാടി ചുരം. ഏതാണ്? പേരമ്പാടി ചുരം. പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ കണ്ണൂരിനെ കൂർഗുമായിട്ട്. പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാ? കണ്ണൂരിനെ കൂർഗുമായിട്ട്. പേരമ്പാടി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ ജില്ല. പേരമ്പാടി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. ഇനി പേരമ്പാടി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ചോദിച്ചു കഴിഞ്ഞാൽ NH 766 തന്നെയാണ്. പേരമ്പാടി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 766 തന്നെയാണ്. ഓർക്കുക. അടുത്തതാണ് പെരിയ ചുരം. എന്താണ്? പെരിയ ചുരം. മാനന്തവാടിയെ മൈസൂറുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പെരിയ ചുരം. മാനന്തവാടിയെ മൈസൂറുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏത്? പെരിയ ചുരം. പെരിയ ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? വയനാട് ജില്ല. പെരിയ ചുരം എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയുടെ ഭാഗമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഓർക്കുക. ഇനി പെരിയ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ചോദിച്ചാൽ NH 766 ആണ്. പെരിയ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാ സുഹൃത്തുക്കളെ? NH 766 ആണ്. അടുത്തതാണ് പാൽച്ചുരം. പാൽച്ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ കണ്ണൂരിനെ വയനാടുമായി
വയനാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാൽച്ചുരം. പാൽച്ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് ജില്ല. പാൽച്ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? നമ്മൾ പറയുമ്പോ വയനാട് ജില്ലയായിട്ട് പറയും, ഓർക്കുക. അപ്പോ കണ്ണൂരിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാൽച്ചുരം. അപ്പോ പാൽച്ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് ജില്ല. അടുത്തതാണ് നാടുകാണിച്ചുരം. ഏതാണ്? നാടുകാണിച്ചുരം. നിലമ്പൂരിനെ ഗൂഡല്ലൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാടുകാണിച്ചുരം. നാടുകാണിച്ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാ? നിലമ്പൂരിനെ ഗൂഡല്ലൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏത്? നാടുകാണിച്ചുരം. നാടുകാണിച്ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം ജില്ല. ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. നാടുകാണിച്ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയാണ്. നാടുകാണിച്ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH766. നാടുകാണിച്ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാ സുഹൃത്തുക്കളെ? NH766 ആണ്. അടുത്തതാണ് കമ്പം ചുരം. ഓർത്തോളനെ, കമ്പം ചുരം. തൊടുപുഴയെ തേനിയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് കമ്പം ചുരം. തൊടുപുഴയെ തേനിയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? കമ്പം ചുരമാണ്. കമ്പം ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. കമ്പം ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. ഒന്നുകൂട്ടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ കണ്ണൂരിനെ കൂർഗുമായി ബന്ധിപ്പിക്കുന്നു. പേരമ്പാടി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ ജില്ല. പേരമ്പാടി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH766 ആണ്. പെരിയ ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ മാനന്തവാടിയെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്നു. സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് ജില്ല. കടന്നു പോകുന്ന ദേശീയപാത NH766 തന്നെയാണ്. പാൽച്ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ കണ്ണൂരിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്നു. പാൽച്ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് ജില്ല. നാടുകാണിച്ചുരം. നാടുകാണിച്ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ നിലമ്പൂരിനെ ഗൂഡല്ലൂരുമായി ബന്ധിപ്പിക്കുന്നു. നാടുകാണിച്ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം ജില്ല. നാടുകാണിച്ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എന്ന് ചോദിച്ചാൽ അത് NH766 ആണ്. അടുത്തതാണ് കമ്പം ചുരം. കമ്പം ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ തൊടുപുഴയെ തേനിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? ഇടുക്കി ജില്ലയാണ്, ഓർക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. വേറൊന്നുമില്ല, കല്ലറ പാങ്ങോട് സമരം മുതൽ മാഹി വിമോചന സമരം വരെ നമ്മൾ അങ്ങ് പഠിക്കാൻ പോവുകയാണ്. കല്ലറ പാങ്ങോട് സമരം മുതൽ മാഹി വിമോചന സമരം വരെ. എന്തിനാ ഇവന്മാരെ എടുത്ത് പഠിക്കണമെന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഈ കല്ലറ പാങ്ങോട് സമരം, അതുപോലെ മാഹി വിമോചനം, അങ്ങനെയുള്ള അധികം പണ്ട് PSC ചോദിക്കാതിരുന്ന സമരങ്ങൾ ഇപ്പോൾ തിരിച്ച് PSC ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാവാം നമുക്കൊന്ന് വ്യക്തമായിട്ട് പഠിക്കാം. കല്ലറ പാങ്ങോട് സമരം. കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷം 1938 സെപ്റ്റംബർ മാസം 30 കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷം 1938 സെപ്റ്റംബർ മാസം 30 കല്ലറ പാങ്ങോട് സമരം നടന്ന ജില്ല തിരുവനന്തപുരം ജില്ല. കല്ലറ പാങ്ങോട് സമരം നടന്ന ജില്ല ഏതാ? തിരുവനന്തപുരം ജില്ലയാണ്. കല്ലറ പാങ്ങോട് സമരത്തിന് കാരണക്കാരനായ തിരുവിതാംകൂർ ദിവാൻ ആരാണ്? സർ CP രാമസ്വാമി അയ്യരാണ്. കല്ലറ പാങ്ങോട് സമരത്തിന് കാരണക്കാരനായ തിരുവിതാംകൂർ ദിവാൻ ആരാണ്? സർ CP രാമസ്വാമി അയ്യരാണ്. കല്ലറ പാങ്ങോട് സമരത്തിന്റെ കാരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സർ CP രാമസ്വാമി അയ്യരുടെ കുത്തഴിഞ്ഞ ഭരണം, ജന്മിമാരുടെ അന്യായമായ ചന്തപിരിവ്. ഇത് രണ്ടും ഓർത്തു വെച്ചോളനെ. കല്ലറ പാങ്ങോട് സമരത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? സർ CP രാമസ്വാമി അയ്യരുടെ കുത്തഴിഞ്ഞ ഭരണവും ജന്മിമാരുടെ അന്യായമായ ചന്തപിരിവുമായിരുന്നു. കല്ലറ പാങ്ങോട് സമരത്തിന് പ്രചോദനമായത് മഹാത്മാഗാന്ധിയുടെ നിസ്സഹകരണ സമര ആശയങ്ങളായിരുന്നു. ഓർക്കുക, കല്ലറ പാങ്ങോട് സമരത്തിന് പ്രചോദനമായത് മഹാത്മാഗാന്ധിയുടെ നിസ്സഹകരണ സമര ആശയങ്ങളായിരുന്നു. അതുകൂടെ സുഹൃത്തുക്കളെന്ന് ഓർത്തു വെക്കുക. കല്ലറ പാങ്ങോട് സമര നേതാക്കളെ പറ്റിയാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. പ്ലാക്കീഴ് കൃഷ്ണപിള്ള, കൊച്ചാപ്പി പിള്ള, ചെല്ലപ്പൻ വൈദ്യർ, ചെറുവാളം കൊച്ചുനാരായണൻ ആചാരി. പഠിച്ചോളണേ. ഇതിൽ പ്ലാക്കീഴ് കൃഷ്ണനെയും അതുപോലെ കൊച്ചാപ്പി പിള്ളയെയും ഓൾറെഡി PSC ചോദിച്ചു കഴിഞ്ഞു. അപ്പൊ കല്ലറ പാങ്ങോട് സമര നേതാക്കൾ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാ? പ്ലാക്കീഴ് കൃഷ്ണപിള്ള, കൊച്ചാപ്പി പിള്ള, ചെല്ലപ്പൻ വൈദ്യർ, ചെറുവാളം കൊച്ചുനാരായണൻ ആചാരി. കല്ലറ പാങ്ങോട് സമരത്തിന്റെ ഭാഗമായി തൂക്കിലേറ്റപ്പെട്ട വ്യക്തിത്വങ്ങളാണ് കൊച്ചാപ്പി പിള്ളയും അതുപോലെ പട്ടാളം കൃഷ്ണനും. ഓർക്കുക, കല്ലറ പാങ്ങോട് സമരത്തിന്റെ ഭാഗമായി തൂക്കിലേറ്റപ്പെട്ട വ്യക്തികൾ ആരൊക്കെയായിരുന്നു? കൊച്ചാപ്പി പിള്ളയും പട്ടാളം കൃഷ്ണനും. കല്ലറ പാങ്ങോട് സമരത്തിന്റെ ഭാഗമായി സമര നേതാക്കൾ വധിച്ച പോലീസുകാരൻ കുഞ്ഞികൃഷ്ണൻ. കൃഷ്ണന്മാരുടെ ഒരു കളിയാണ് കേട്ടോ, ഓർത്തോളനെ. കല്ലറ പാങ്ങോട് സമരത്തിന്റെ ഭാഗമായിട്ട് സമര നേതാക്കൾ വധിച്ച പോലീസുകാരനാരായിരുന്നു? കുഞ്ഞികൃഷ്ണനായിരുന്നു. കല്ലറ പാങ്ങോട് സമര വെടിവെപ്പിൽ മരണപ്പെട്ട നേതാക്കൾ
പ്ലാക്കീട് കൃഷ്ണപിള്ളയും ചെറുവാളം കൊച്ചുനാരായണൻ ആചാര്യയുമായിരുന്നു. ഓർക്കുക, കല്ലറ പാങ്ങോട് സമര വെടിവെപ്പിൽ മരണപ്പെട്ട നേതാക്കൾ ആരൊക്കെയായിരുന്നു? പ്ലാക്കീട് കൃഷ്ണപിള്ള, ചെറുവാളം കൊച്ചുനാരായണനാചാരി എന്നിവരായിരുന്നു. ഓർക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് കടക്കൽ പ്രക്ഷോഭം. ഏതാണ് കടക്കൽ പ്രക്ഷോഭം? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭമായിരുന്നു കടക്കൽ പ്രക്ഷോഭം. ഓർക്കുക, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭമായിരുന്നു കടക്കൽ പ്രക്ഷോഭം. കടക്കൽ പ്രക്ഷോഭം നടന്ന വർഷം 1938 സെപ്റ്റംബർ മാസം 29 കടക്കൽ പ്രക്ഷോഭം നടന്ന വർഷം 1938 സെപ്റ്റംബർ മാസം 29 കടക്കൽ പ്രക്ഷോഭം നടന്ന കടക്കൽ ഗ്രാമം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. പലരും തിരുവനന്തപുരം ജില്ലയെന്ന് ഇപ്പോഴും ഓർത്തു വെച്ചിട്ടുണ്ട്. വ്യക്തമായിട്ട് പഠിച്ചോളണേ. കടക്കൽ പ്രക്ഷോഭം നടന്ന കടക്കൽ ഗ്രാമം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? കൊല്ലം ജില്ല. കടക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വ്യക്തി രാഘവൻ പിള്ള. കടക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വ്യക്തിത്വമാരാ? രാഘവൻ പിള്ളയാണ്. കടക്കൽ ഫ്രാങ്കോ എന്നും കടക്കൽ സ്റ്റാലിൻ എന്നും അറിയപ്പെടുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് രാഘവൻ പിള്ളയാണ്. കടക്കൽ ഫ്രാങ്കോ എന്നും കടക്കൽ സ്റ്റാലിൻ എന്നും അറിയപ്പെടുന്ന വ്യക്തിത്വം ആരായിരുന്നു? അത് രാഘവൻ പിള്ളയായിരുന്നു. ഓർക്കുക. കടക്കൽ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ച സമ്മേളനം 1938 നടന്ന തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സമ്മേളനം. ഇമ്പോർട്ടന്റ് ആണ്. കടക്കൽ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ച സമ്മേളനം എന്നറിയപ്പെടുന്നത് 1938 നടന്ന തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സമ്മേളനമായിരുന്നു. കടക്കൽ പ്രക്ഷോഭം ആളിക്കത്താൻ കാരണമായ പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. കടക്കൽ പ്രക്ഷോഭം ആളിക്കത്താൻ കാരണമായ പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് ഏതാ? ഉത്തരവാദ ഭരണ പ്രക്ഷോഭമായിരുന്നു. കടക്കൽ പ്രക്ഷോഭത്തിന്റെ പ്രധാന കാരണം ചോദിച്ചു കഴിഞ്ഞാൽ സർ CP രാമസ്വാമി അയ്യരുടെ കുത്തഴിഞ്ഞ ഭരണവും ചന്ത കോൺട്രാക്ടർമാരുടെ അന്യായമായ ചന്തപ്പിരിവുമായിരുന്നു. ഓർക്കുക, കടക്കൽ പ്രക്ഷോഭത്തിന് കാരണം എന്തൊക്കെയായിരുന്നു? ഒന്ന് സർ CP രാമസ്വാമി അയ്യരുടെ കുത്തഴിഞ്ഞ ഭരണവും മറ്റൊന്ന് ചന്ത കോൺട്രാക്ടർമാരുടെ അന്യായമായ ചന്തപ്പിരിവുമായിരുന്നു. ഓർക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട സമരമാണ് മൊറാഴ സമരം. ഏതാണ് മൊറാഴ സമരം? രണ്ടാം ലോക മഹായുദ്ധ കാലത്തെ സാധനങ്ങളുടെ അമിത വിലയ്ക്കും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മർദ്ദന മുറകൾക്കുമെതിരെ കണ്ണൂർ ജില്ലയിലെ മൊറാഴയിൽ നടന്ന സമരമാണ് മൊറാഴ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ എന്താ മൊറാഴ സമരം? രണ്ടാം ലോക മഹായുദ്ധ കാലത്തെ സാധനങ്ങളുടെ അമിത വിലയ്ക്കും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മർദ്ദന മുറകൾക്കുമെതിരെ കണ്ണൂർ ജില്ലയിലെ മൊറാഴയിൽ നടന്ന സമരമാണ് മൊറാഴ സമരം എന്നറിയപ്പെടുന്നത്. മൊറാഴ സമരം നടന്ന വർഷം 1940 സെപ്റ്റംബർ 15. മൊറാഴ സമരം നടന്ന വർഷം 1940 സെപ്റ്റംബർ 15 മൊറാഴ സമരത്തിൽ സമരക്കാർ വധിച്ച പോലീസുകാർ ആരൊക്കെ എന്ന് ചോദിച്ചാല് കുട്ടിക്കൃഷ്ണ മേനോനും അതുപോലെ ഗോപാലൻ നമ്പ്യാരും. മൊറാഴ സമരത്തിന്റെ ഭാഗമായിട്ട് വധിക്കപ്പെട്ട പോലീസുകാരൊക്കെയായിരുന്നു? കുട്ടിക്കൃഷ്ണ മേനോനും ഗോപാലൻ നമ്പ്യാരും. മൊറാഴ സമരത്തോടനുബന്ധിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി KPR ഗോപാലൻ. മൊറാഴ സമരത്തിനോടനുബന്ധിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി ആരായിരുന്നു? KPR ഗോപാലനായിരുന്നു. KPR ഗോപാലനെ വധശിക്ഷയിൽ നിന്നും വിമുക്തനാക്കാൻ കാരണക്കാരനായത് മഹാത്മാഗാന്ധിയാണ് കേട്ടോ. ഓർത്തോളനെ, KPR ഗോപാലനെ വധശിക്ഷയിൽ നിന്നും വിമുക്തനാക്കാൻ കാരണക്കാരനായ വ്യക്തിത്വമാരായിരുന്നു? മഹാത്മാഗാന്ധിജിയായിരുന്നു. ഓർക്കുക. അടുത്തതായി നമുക്ക് നോക്കുവാനുള്ളതാണ് കയ്യൂർ സമരം. ഏതാണ് കയ്യൂർ സമരം? കയ്യൂരിലെ കർഷക സംഘങ്ങൾ ജന്മിത്വത്തിനെതിരെ നടത്തിയ സമരങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കയ്യൂർ സമരം. കയ്യൂരിലെ കർഷക സംഘങ്ങൾ ജന്മിത്വത്തിനെതിരെ നടത്തിയ സമരങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കയ്യൂർ സമരം. കയ്യൂർ സമരം നടന്ന വർഷം 1941. കയ്യൂർ സമരം നടന്ന വർഷം 1941. കയ്യൂർ സമരം നടന്ന ജില്ല കാസർഗോഡ് ജില്ല. കയ്യൂർ സമരം നടന്ന ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്. കയ്യൂർ സമരത്തിന്റെ 75ാം വാർഷികം ആഘോഷിച്ചത് 2016. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എടുത്ത് പഠിച്ചോളണേ. കയ്യൂർ സമരത്തിന്റെ 75ാം വാർഷികം ആഘോഷിച്ചത് 2016. കയ്യൂർ സ്ഥിതി ചെയ്യുന്ന നദീതീരം തേജസ്വിനി നദി അല്ലെങ്കിൽ കരിക്കോട് നദി. ഓർത്തോളണേ, കയ്യൂർ സ്ഥിതി ചെയ്യുന്ന നദീതീരം ചോദിച്ചാല് തേജസ്വിനി നദി അല്ലെങ്കിൽ നമുക്ക് പറയാം കരിങ്കോട് നദി എന്ന് ഓർക്കുക. കയ്യൂർ സ്ഥിതി ചെയ്യുന്ന നദീതീരം എവിടെയാണ്? ഒന്നിൽ തേജസ്വിനി നദി, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തെന്ന് പറയാം? കരിങ്കോട് നദി എന്ന് പറയാം. സമരക്കാരിൽ നിന്നുള്ള ആക്രമണത്തെ ഭയന്ന് പുഴയിൽ ചാടി മരിച്ച പോലീസുകാരനാണ് സുബ്ബരായൻ. ഓർക്കുക, സമരക്കാരിൽ നിന്നുള്ള ആക്രമണത്തെ ഭയന്നുകൊണ്ട് പുഴയിൽ ചാടി മരിച്ച പോലീസുകാരൻ ആരായിരുന്നു? കയ്യൂർ സമരകാലത്ത് സുബ്ബരായർ ആയിരുന്നു. ഓർക്കുക. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് നിരഞ്ജന. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി
ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് ആരാണ്? നിരഞ്ജനയാണ്. കയ്യൂരും കരിവള്ളൂരും എന്ന കൃതി രചിച്ചത് AV കുഞ്ഞമ്പു. ഇതും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കയ്യൂരും കരിവള്ളൂരും എന്ന കൃതി രചിച്ചത് AV കുഞ്ഞമ്പു ആണ്. കയ്യൂർ സമര ചരിത്രം എന്ന കൃതി രചിച്ചത് AV കുഞ്ഞമ്പു. കയ്യൂർ സമര ചരിത്രം എന്ന കൃതി രചിച്ചത് ആരാ? AV കുഞ്ഞമ്പു ആണ്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ ഏതാണ്? മീനമാസത്തിലെ സൂര്യനാണ്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി EK നയനാരാണ്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? EK നയനാരായിരുന്നു. ഓർക്കുക. അടുത്തതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പുന്നപ്ര വയലാർ സമരം. ഏതാണ്? പുന്നപ്ര വയലാർ സമരം. സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡൽ ഭരണത്തിനുമെതിരെ തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡൽ ഭരണത്തിനുമെതിരെ തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് ഏത്? പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. തുലാം 10 സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരം. ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യങ്ങളാണ് ഇവയെല്ലാം. തുലാം 10 സമരം എന്ന പേരിൽ അറിയപ്പെടുന്ന സമരം പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം നടന്ന ജില്ല ആലപ്പുഴ ജില്ല. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. പുന്നപ്ര വയലാർ സമരം നടന്ന ജില്ല ഏതാ? ആലപ്പുഴ ജില്ലയാണ്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിയ സമരം പുന്നപ്ര വയലാർ സമരം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിയ സമരം ഏതാ? പുന്നപ്ര വയലാർ സമരമാണ്. ഓർക്കുക. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാൻ സർ CP രാമസ്വാമി അയ്യരാണ്. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാൻ ആരായിരുന്നു? സർ CP രാമസ്വാമി അയ്യരായിരുന്നു. പുന്നപ്ര വയലാർ സമരം അടിസ്ഥാനമാക്കി P കേശവദേവ് രചിച്ച നോവലാണ് ഉലക്ക. പ്രീവിയസ് പിന്നെയും വന്നിരിക്കുന്നു. പുന്നപ്ര വയലാർ സമരത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് P കേശവദേവ് രചിച്ച നോവൽ ഏതായിരുന്നു? ഉലക്ക. പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ ജില്ല. പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയിലാണ്. പുന്നപ്ര വയലാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ 2018 VK മോഹനകുമാറിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ഉഷ്ണരാശി കരാപ്പുറത്തിന്റെ ഇതിഹാസം. ഓർക്കുക. ഇപ്പോഴും PSC ചോദിക്കുന്ന ചോദ്യമാണ്. പുന്നപ്ര വയലാർ സമരത്തിന്റെ പശ്ചാത്തലത്തില് 2018 VK മോഹനകുമാറിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ഉഷ്ണരാശി കരാപ്പുറത്തിന്റെ ഇതിഹാസം. ഇനി നമുക്ക് നോക്കുവാനുള്ളതാണ് കരിവെള്ളൂർ സമരം. ഏതാണ്? കരിവെള്ളൂർ സമരം. പ്രഭുക്കന്മാരുടെ നെല്ല് പൂഴ്ത്തിവെപ്പിനെതിരെ മലബാറിൽ നടന്ന സമരമാണ് കരിവെള്ളൂർ സമരം. പ്രഭുക്കന്മാരുടെ നെല്ല് പൂഴ്ത്തിവെപ്പിനെതിരെ മലബാറിൽ നടന്ന സമരമാണ് കരിവെള്ളൂർ സമരം. കരിവെള്ളൂർ സമരം നടന്ന വർഷം 1946. കരിവെള്ളൂർ സമരം നടന്ന വർഷം 1946. കരിവെള്ളൂർ സമരം നടന്ന ജില്ല കണ്ണൂർ ജില്ല. കരിവെള്ളൂർ സമരം നടന്ന ജില്ല കണ്ണൂർ ജില്ല. കരിവെള്ളൂർ സമരത്തിന് നേതൃത്വം നൽകിയ കർഷക നേതാക്കളായിരുന്നു AV കുഞ്ഞമ്പു, K കൃഷ്ണൻ മാസ്റ്റർ, P കുഞ്ഞിരാമൻ. ഓർത്തോളനെ. കരിവെള്ളൂർ സമരത്തിന് നേതൃത്വം നൽകിയ കർഷക നേതാക്കൾ ആരൊക്കെയായിരുന്നു? AV കുഞ്ഞമ്പു, K കൃഷ്ണൻ മാസ്റ്റർ, P കുഞ്ഞിരാമൻ എന്നിവരായിരുന്നു. കരിവെള്ളൂർ സമരനായിക എന്നറിയപ്പെടുന്നത് K ദേവയാനി. കരിവെള്ളൂർ സമരനായിക എന്നറിയപ്പെടുന്നത് ആരാണ്? K ദേവയാനിയാണ്. കരിവെള്ളൂർ സമരത്തിലെ രക്തസാക്ഷികളായിരുന്നു തിടിൽ കണ്ണനും കീനേരി കുഞ്ഞമ്പുവും. ഓർക്കുക. കരിവെള്ളൂർ സമരത്തിലെ രക്തസാക്ഷികൾ എന്നറിയപ്പെടുന്നത് ആരാ? തിടിൽ കണ്ണനും കീനേരി കുഞ്ഞമ്പു എന്നിവരാണ്. ഓർക്കുക. അടുത്തതാണ് തോൽവിറക് സമരം. ഏതാണ്? തോൽവിറക് സമരം. തോൽവിറക് സമരം നടന്ന വർഷം 1946 നവംബർ മാസം 15-ാം തീയതി. തോൽവിറക് സമരം നടന്ന വർഷം 1946 നവംബർ മാസം 15-ാം തീയതി. തോൽവിറക് സമരം നടന്ന സ്ഥലം ചീമേനി, കാസർഗോഡ് ജില്ല. തോൽവിറക് സമരം നടന്ന സ്ഥലം ഏതാണ്? ചീമേനി, കാസർഗോഡ് ജില്ല. അതുകൊണ്ട് തന്നെ ചീമേനി എസ്റ്റേറ്റ് സമരം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? തോൽവിറക് സമരമാണ്. തോൽവിറക് സമരനായിക എന്നറിയപ്പെടുന്നത് കാർത്യായനി അമ്മ. തോൽവിറക് സമരനായിക എന്നറിയപ്പെടുന്നത് ആരാ? കാർത്യായനി അമ്മയാണ്. തോൽവിറക് സമര നേതാക്കൾ എന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യം തിരുമുമ്പ്, C കൃഷ്ണൻ നായർ, TK ചന്ദൻ എന്നിവരാണ്. ഓർക്കുക. തോൽവിറക് സമര നേതാക്കന്മാരെന്നറിയപ്പെടുന്നത് ആരൊക്കെയാ? സുബ്രഹ്മണ്യം തിരുമുമ്പ്, C കൃഷ്ണൻ നായർ, TK ചന്ദൻ എന്നിവരാണ്. എന്നാൽ തോൽവിറക് സമര നായിക എന്നറിയപ്പെടുന്നത് ആരാ? കാർത്യായനി അമ്മയാണ്. അടുത്തതാണ് കുട്ടൻകുളം സമരം. എന്താണ്? കുട്ടൻകുളം സമരം. തൃശൂരിലെ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി നടന്ന 1946 നടന്ന സമരമാണ്
കുട്ടൻകുളം സമരം എന്നറിയപ്പെടുന്നത്. അപ്പോ കുട്ടൻകുളം സമരം നടന്ന വർഷം എത്രയാ? 1946 ഇത് എവിടെയാ നടന്നത്? തൃശ്ശൂരിലെ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന സമരമാണ് കുട്ടൻകുളം സമരം. നടന്ന വർഷം എത്രയാ? 1946 വാഴിനടക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത് കുട്ടൻകുളം സമരം. പഠിച്ചോളനെ, വാഴിനടക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെടുന്ന സമരം കുട്ടൻകുളം സമരമാണ്. കുട്ടൻകുളം സമരത്തിന് പിന്തുണ നൽകിയ ജാതീയ സംഘടന SNDPയും അതുപോലെ കൊച്ചിൻ പുലയ മഹാസഭയുമാണ്. കുട്ടൻകുളം സമരത്തിന് പിന്തുണ നൽകിയ ജാതീയ സംഘടനകൾ ഏതൊക്കെയാ? SNDPയും കൊച്ചിൻ പുലയ മഹാസഭയുമാണ്. കുട്ടൻകുളം സമര നേതാക്കൾ എന്നറിയപ്പെടുന്നത് കാട്ടുപറമ്പൻ, PC കറുമ്പ, KV ഉണ്ണി, P ഗംഗാധരൻ എന്നിവരാണ്. കുട്ടൻകുളം സമര നേതാക്കൾ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? കാട്ടുപറമ്പൻ, PC കറുമ്പ, KV ഉണ്ണി, P ഗംഗാധരൻ എന്നിവരാണ്. ഓർക്കുക. അടുത്തതാണ് കൂത്താളി സമരം. എന്താണ് കൂത്താളി സമരം? കൂത്താളി എസ്റ്റേറ്റിലെ 24,000 ഏക്കർ കൃഷിഭൂമി മലബാർ കളക്ടർ ഏറ്റെടുത്തതായിരുന്നു കൂത്താളി സമരത്തിന് കാരണം. അപ്പോ കൂത്താളി എസ്റ്റേറ്റിലെ 24,000 ഏക്കർ കൃഷിഭൂമി മലബാർ കളക്ടർ ഏറ്റെടുത്തതായിരുന്നു കൂത്താളി സമരത്തിന് കാരണം. കൂത്താളി സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന കർഷക സംഘടന. കൂത്താളി സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഏതായിരുന്നു? കർഷക സംഘടനയായിരുന്നു. കൂത്താളി സമരത്തിന്റെ മുദ്രാവാക്യമായിരുന്നു ചത്താലും ചെത്തും കൂത്താളി. കൂത്താളി സമരത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ചത്താലും ചെത്തും കൂത്താളി. കൂത്താളി സമരം നടന്ന പ്രദേശങ്ങള് ചങ്ങരോത്ത്, ചക്കിട്ടപ്പാറ, കൂരാച്ചുണ്ട്. ഓർത്തോളണേ, കൂത്താളി സമരം നടന്ന പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? ചങ്ങരോത്ത്, ചക്കിട്ടപ്പാറ, കൂരാച്ചുണ്ട്. കൂത്താളി സമരം നടന്ന ജില്ല കോഴിക്കോട് ജില്ല. ഈ ഇടയ്ക്ക് ചോദിച്ചതേ ഉള്ളൂ. കൂത്താളി സമരം നടന്ന ജില്ല ഏതാണ്? കോഴിക്കോട് ജില്ലയാണ്. 1967 EMS മന്ത്രിസഭയുടെ കാലത്താണ് കൂത്താളി കർഷകർക്ക് ഭൂമിയിൽ സമ്പൂർണ്ണ അവകാശം ലഭിച്ചത്. ഓർക്കുക, 1967 EMS മന്ത്രിസഭയുടെ കാലത്താണ് കൂത്താളി കർഷകർക്ക് ഭൂമിയിൽ സമ്പൂർണ്ണ അവകാശം ലഭിക്കുകയും ചെയ്തത്. ഓർക്കുക. അടുത്തതാണ് പാലിയം സത്യാഗ്രഹം. ഏതാണ്? പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം 1947, 1948. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം 1947, 1948. സ്വതന്ത്രാനന്തര കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹം. സ്വതന്ത്രാനന്തര കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് പാലിയം സത്യാഗ്രഹം. 1940 കാലഘട്ടത്തിൽ പാലിയം ക്ഷേത്രത്തിന് മുന്നിലുള്ള ചേന്നമംഗലം റോഡ് വഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അഹിന്ദുക്കൾക്കും താഴ്ന്ന ജാതിക്കാർക്കും നിഷേധിച്ചിരുന്നു. തുടർന്ന് നടന്ന സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ 1940 കാലഘട്ടങ്ങളിൽ പാലിയം ക്ഷേത്രത്തിന് മുന്നിലുള്ള ചേന്നമംഗലം റോഡ് വഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അഹിന്ദുക്കൾക്കും താഴ്ന്ന ജാതിക്കാർക്കും നിഷേധിച്ചതിനെ തുടർന്ന് നടന്ന സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത്. പാലിയം സത്യാഗ്രഹ നിവേദനം സമർപ്പിക്കപ്പെട്ടത് കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന പാലിയത്തച്ഛനായിരുന്നു. പാലിയം സത്യാഗ്രഹ നിവേദനം സമർപ്പിച്ചത് ആർക്കായിരുന്നു? കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന പാലിയത്തച്ഛനായിരുന്നു. പാലിയം സത്യാഗ്രഹത്തിന്റെ ഫലമായി കൊച്ചിയിലെ പാലിയത്തച്ഛന്റെ വാസസ്ഥലത്തിന് മുന്നിലൂടെയുള്ള പ്രധാന വഴി തുറന്നുകൊടുക്കാൻ പാലിയത്ത് കുടുംബം നിർബന്ധിതരായി. പാലിയം സത്യാഗ്രഹത്തിന്റെ ഫലമായിട്ട് കൊച്ചിയിലെ പാലിയത്തച്ഛന്റെ വാസസ്ഥലത്തിന് മുന്നിലൂടെയുള്ള പ്രധാന വഴി തുറന്നുകൊടുക്കാൻ പാലിയത്ത് കുടുംബർ നിർബന്ധിതരാവുകയും ചെയ്തു. ഇതോടുകൂടി ഓർക്കുക. പാലിയം സത്യാഗ്രഹത്തിന്റെ ഉദ്ഘാടനം ചെയ്തത് C കേശവനായിരുന്നു. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് ആരാ? C കേശവനായിരുന്നു. പാലിയം സത്യാഗ്രഹം നടന്ന ജില്ല എറണാകുളം ജില്ല. പാലിയം സത്യാഗ്രഹം നടന്ന ജില്ല എറണാകുളം ജില്ല. പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് AG വേലായുധനാണ്. പാലിയം സത്യാഗ്രഹത്തിലെ രക്തസാക്ഷിയായ വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് AG വേലായുധനാണ്. സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് സൗഹൃദ ജാഥ നയിച്ച വനിത KK കൗസല്യ. ഓർക്കുക, നമ്മുടെ പാലിയം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് സൗഹൃദ ജാഥ നയിച്ച വ്യക്തിത്വമാരാണ് അല്ലെങ്കിൽ വനിത ആരാണ്? KK കൗസല്യാണ്. പാലിയം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് സ്ത്രീകളുടെ സത്യാഗ്രഹം തുടങ്ങി എന്ന തലക്കെട്ടോടുകൂടി ലേഖനം പ്രസിദ്ധീകരിച്ച പത്രം മലയാള മനോരമ. പാലിയം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് സ്ത്രീകൾ സത്യാഗ്രഹം തുടങ്ങി എന്ന തലക്കെട്ടോടുകൂടി ലേഖനം പ്രസിദ്ധീകരിച്ച പത്രം ഏതായിരുന്നു? മലയാള മനോരമയായിരുന്നു. ഓർക്കുക.
അടുത്ത സമരമാണ് MSP സമരം. എന്താണ് MSP സമരം? മലബാർ സ്പെഷ്യൽ പോലീസിന്റെ വേതനവും മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആരംഭിച്ച സമരമാണ് MSP സമരം, അതായത് മലബാർ സ്പെഷ്യൽ പോലീസ് സമരം. കേട്ടോ, അപ്പോൾ മലബാർ സ്പെഷ്യൽ പോലീസ് സമരം നടത്തിയത് എന്തിനെന്ന് ചോദിച്ചാൽ നടന്നതിന് കാരണം എന്താണ് സുഹൃത്തുക്കളെ? വേതനവും മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. മലബാർ സ്പെഷ്യൽ പോലീസ് സ്ഥാപിതമായ വർഷം 1921. മലബാർ സ്പെഷ്യൽ പോലീസ് സ്ഥാപിതമായ വർഷം 1921. 1946 ഏപ്രിൽ 24 മദ്രാസ് സർക്കാർ ഈ സമരത്തെ അടിച്ചമർത്തി. 1946 ഏപ്രിൽ 24 മദ്രാസ് സർക്കാർ ഈ സമരത്തെ അടിച്ചമർത്തി, അതായത് ഈ MSP സമരത്തെ അടിച്ചമർത്തി. മലബാർ സ്പെഷ്യൽ പോലീസ് സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത ബ്രിട്ടീഷുകാരൻ ആരായിരുന്നു? റിച്ചാർഡ് ഹിച്ച്കോക്ക് ആയിരുന്നു. ഓർക്കുക, മലബാർ സ്പെഷ്യൽ പോലീസ് സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത ബ്രിട്ടീഷുകാരൻ ആരായിരുന്നു? റിച്ചാർഡ് ഹിച്ച്കോക്ക് ആയിരുന്നു. ഓർക്കുക. അടുത്തതാണ് മാഹി വിമോചന സമരം. എന്താണ് മാഹി വിമോചന സമരം? മാഹി വിമോചന സമരം നടന്ന വർഷം 1948. മാഹി വിമോചന സമരം നടന്ന വർഷം 1948. മാഹി വിമോചന സമരത്തിന്റെ നേതാവ് IK കുമാരൻ മാസ്റ്റർ. മാഹി വിമോചന സമരത്തിന്റെ നേതാവ് ആരായിരുന്നു? IK കുമാരൻ മാസ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്റർ ആണ്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാ? IK കുമാരൻ മാസ്റ്റർ ആണ്. മാഹി വിമോചന സമരത്തിൽ പങ്കെടുത്ത സംഘടന മഹാജനസഭ. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. മാഹി വിമോചന സമരത്തിൽ പങ്കെടുത്ത സംഘടന ഏതാണ്? മഹാജനസഭയാണ്. മഹാജനസഭയിലെ വിപ്ലവകാരികൾക്ക് ഫ്രഞ്ച് പതാക അഴിച്ചുമാറ്റി ഇന്ത്യൻ പതാക ഉയർത്തിയ വർഷം 1948 ഒക്ടോബർ മാസം 22-ാം തീയതി. മഹാജനസഭയിലെ വിപ്ലവകാരികൾ ഫ്രഞ്ച് പതാക അഴിച്ചുമാറ്റി ഇന്ത്യൻ പതാക ഉയർത്തിയ വർഷം 1948 ഒക്ടോബർ മാസം 22-ാം തീയതി. ഫ്രഞ്ചുകാർ വിമോചന സമരം അടിച്ചമർത്തിയത് 1948 ഒക്ടോബർ മാസം 28-ാം തീയതിയായിരുന്നു. ഫ്രഞ്ചുകാരെ വിമോചന സമരം അടിച്ചമർത്തിയത് 1948 ഒക്ടോബർ മാസം 28-ാം തീയതി. ഫ്രഞ്ച് മാഹി വിട്ടുപോയ വർഷം 1954 ജൂലൈ 16. ഫ്രഞ്ചുകാര് മാഹി വിട്ടുപോയ വർഷം 1954 ജൂലൈ മാസം 16-ാം തീയതിയായിരുന്നു. ഓർക്കുക. PSC ചോദിച്ച നദികൾ മാത്രമേ ഉള്ളൂ, പുറത്തുനിന്ന് ഒരൊറ്റ നദി പോലും പറയുന്നില്ല. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിന്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി മയ്യഴിപ്പുഴ അല്ലെങ്കിൽ മാഹിപ്പുഴ. കേരളത്തിന്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി മയ്യഴിപ്പുഴ അല്ലെങ്കിൽ മാഹിപ്പുഴ. തിരുനെല്ലി ശിവക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ്? പാപനാശിനി പുഴയുടെ തീരത്ത്. തിരുനെല്ലി ശിവക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ്? പാപനാശിനി പുഴയുടെ തീരത്ത്. കാസർഗോഡ് ജില്ലയെ U ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന പുഴ ചന്ദ്രഗിരി പുഴ. കാസർഗോഡ് ജില്ലയെ U ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന പുഴ എന്ന് ചോദിച്ചാൽ ചന്ദ്രഗിരി പുഴയാണ്. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി കല്ലടയാറ്. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കല്ലടയാറാണ്. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി പുഴയാണ്. കേട്ടോ, ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഞ്ചരക്കണ്ടി പുഴയാണ്. അത് ഏത് ജില്ലയിലാ? കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റിയാടിപ്പുഴ. കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ഏതാ? കുറ്റിയാടിപ്പുഴയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിന്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി മയ്യഴിപ്പുഴ അല്ലെങ്കിൽ അവന്റെ മറ്റൊരു പേരെന്താ? മാഹിപ്പുഴ. തിരുനെല്ലി ശിവക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ്? പാപനാശിനി പുഴയുടെ തീരത്താണ്. കാസർഗോഡ് ജില്ലയെ U ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന പുഴ ചന്ദ്രഗിരിപ്പുഴ. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി കല്ലടയാറ്. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി അഞ്ചരക്കണ്ടിപ്പുഴ. ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ല. കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റിയാടിപ്പുഴ. ഓർക്കുക. അരുന്ധതി റോയിയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന നദി മീനച്ചിലാറ്. അരുന്ധതി റോയിയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന നദി ഏതാണ്? മീനച്ചിലാറാണ്. അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി രാമപുരം പുഴ. അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി രാമപുരം പുഴ. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ചാലിപ്പുഴ. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ചാലിപ്പുഴയാണ്. കർണാടകത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി വളപട്ടണം പുഴ. ഇമ്പോർട്ടന്റ് ആണ്. കർണാടകത്തിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന ഏക നദി ഏതാണ്? വളപട്ടണം പുഴയാണ്. വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി കോരപ്പുഴ. വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണ്? കോരപ്പുഴയാണ്. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ബാവലി നദി. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ബാവലി നദിയാണ്. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചീങ്കണ്ണിപ്പുഴ. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചീങ്കണ്ണിപ്പുഴയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. അരുന്ധതി റോയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന നദി മീനച്ചിലാറ്. അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി രാമപുരം പുഴ. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ചാലിപ്പുഴ.
കർണാടകത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി വളപട്ടണം പുഴ. വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി കോരപ്പുഴ. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ബാവലിപ്പുഴ. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചീങ്കണ്ണിപ്പുഴയാണ്. ഓർക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നദികളും പോഷക നദികളും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നദികളും പോഷക നദികളും. ആദ്യമായി നമുക്ക് പഠിക്കേണ്ട നദി പെരിയാറാണ്. പെരിയാറിന്റെ പോഷക നദികൾ ഏതൊക്കെയാ? ചെറുതോണിയാറ്, കട്ടപ്പനയാറ്, മുല്ലയാറ്, മുതിരൻപുഴ, പെരുന്തുരയാറ്, മണിമലയാറ്. ഇത്രയും പഠിച്ചു വെച്ചേക്കണം. ഇതെല്ലാം പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അപ്പോ പെരിയാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാ? ചെറുതോണിയാറ്, കട്ടപ്പനയാറ്, മുല്ലയാറ്, മുതിരൻപുഴ, പെരുന്തുറയാറ്, മണിമലയാറ്. ഭാരതപ്പുഴയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, തൂതപ്പുഴ. ഭാരതപ്പുഴയുടെ പ്രശസ്തമായിട്ടുള്ള പോഷക നദികളാണ് ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, തൂതപ്പുഴ. പമ്പ നദിയുടെ പ്രശസ്തമായിട്ടുള്ള പോഷക നദികളാണ് അച്ചൻ കോവിലാറ്, അഴുത, കക്കിയാറ്, കല്ലാറ്. പമ്പ നദിയുടെ പ്രശസ്തമായിട്ടുള്ള പോഷക നദികൾ ഏതൊക്കെയാ? അച്ചൻ കോവിലാറ്, അഴുത, കക്കിയാറ്, കല്ലാറ്. ചാലിയാറിന്റെ പ്രശസ്തമായ പോഷക നദികളാണ് കരിമ്പുഴ, ചാലിപ്പുഴ, ഇരവഴിഞ്ഞിപ്പുഴ. ശ്രദ്ധിച്ചോളെ, ചാലിയാറിന്റെ പ്രശസ്തമായിട്ടുള്ള പോഷക നദികൾ ഏതൊക്കെയാ? കരിമ്പുഴ, ചാലിപ്പുഴ, ഇരുവഴിഞ്ഞിപ്പുഴ. ചാലക്കുടി പുഴയുടെ പ്രശസ്തമായ പോഷക നദികളാണ് കുരിയാർ കുട്ടിയാറ്, കാരാപ്പാറ്, ഷോളയാറ്. ഓർക്കുക, ചാലക്കുടി പുഴയുടെ പ്രശസ്തമായിട്ടുള്ള പോഷക നദികൾ ഏതൊക്കെയാണ്? കുരിയാർ കുട്ടിയാറ്, കാരപ്പാറയാറ്, അതുപോലെ ഷോളയാറ്. ഓർക്കുക, ഈ പറഞ്ഞിരിക്കുന്നത് ഒന്നും സുഹൃത്തുക്കളെ മറന്നു പോവരുത്. ഇവയെല്ലാം പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഇത് പഠിക്കാതെ പോവരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടെ പറയാം, നദികളും പോഷക നദികളെയും പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പെരിയാറിന്റെ പ്രധാന പോഷക നദികളാണ് ചെറുതോണിയാർ, കട്ടപ്പനയാർ, മുല്ലയാർ, മുതിരൻപുഴ, പെരുന്തുറയാറ്, മണിമലയാറ്. ഭാരതപ്പുഴയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, തൂതപ്പുഴ. പമ്പ നദിയുടെ പ്രധാന പോഷക നദികളാണ് അച്ചൻ കോവിലാറ്, അഴുതയാറ്, കക്കിയാറ്, കല്ലാറ്. അതുപോലെ ചാലിയാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് കരിമ്പുഴ, ചാലിപ്പുഴ, ഇരുവഞ്ഞിപ്പുഴ. ചാലക്കുടി പുഴയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് കുരിയാൻകുട്ടിയാറ്, കാരാപ്പാറയാറ്, അതുപോലെ ഷോളയാറ്. ഓർക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് പ്രധാനപ്പെട്ട കലാരൂപമാണ് പടയണി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ്? പടയണി. മധ്യ തിരുവിതാംകൂറിലെ അനുഷ്ഠാന കല എന്നറിയപ്പെടുന്നത് പടയണി. മധ്യ തിരുവിതാംകൂറിലെ പ്രധാന അനുഷ്ഠാന കലയാണ് പടയണി. മധ്യ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിൽ അരങ്ങേറുന്ന സംഘടിത കോലം തുള്ളൽ എന്നറിയപ്പെടുന്ന കല പടയണി. മധ്യ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിൽ അരങ്ങേറുന്ന സംഘടിത കോലം തുള്ളൽ എന്നറിയപ്പെടുന്ന കല ഏതാ? പടയണിയാണ്. അഗ്നി പടർന്ന ചൂട്ടുകറ്റകളുടെ പശ്ചാത്തലമുള്ളതിനാൽ ചൂട്ടുപടയണി എന്ന പേരിൽ അറിയപ്പെടുന്ന കലാരൂപം ചോദിച്ചാൽ നമ്മുടെ പടയണിയാണ്. അഗ്നി പടർന്ന ചൂട്ടുകറ്റകളുടെ പശ്ചാത്തലത്തിലാണ് ആദ്യകാലങ്ങളിൽ എന്ത് നടത്തിയിരുന്നത്? പടയണി നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ചൂട്ടുപടയണി എന്ന പേരിൽ അറിയപ്പെടുന്ന കലാരൂപം പടയണിയാണ്. പടയണി കലാരൂപം ആരംഭിക്കുന്ന ചടങ്ങാണ് ചൂട്ടുവെപ്പ്. പടയണി കലാരൂപം ആരംഭിക്കുന്ന ചടങ്ങ് ചൂട്ടുവെപ്പ്. പടയണി കലാരൂപം ആരംഭിക്കുന്ന ചടങ്ങ് എന്താണ്? ചൂട്ടുവെപ്പാണ്. പടയണിക്കാലം ആരംഭിക്കുന്നത് ധനു 5 മുതലാണ്. പടയണിക്കാലം ആരംഭിക്കുന്നത് ധനു 5 മുതലാണ്. പടയണിയിലെ ഏറ്റവും വലിയ കോലം എന്നറിയപ്പെടുന്നത് ഭൈരവിക്കോലമാണ്. ഇമ്പോർട്ടന്റ് ആണ്, PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. പടയണിയിലെ ഏറ്റവും വലിയ കോലം എന്നറിയപ്പെടുന്നത് ഏതാ? ഭൈരവിക്കോലമാണ്. ഏതാണ്? ഭൈരവിക്കോലം. PSC ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു, ഭൈരവിക്കോലം ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. ശരിയായ ഉത്തരം പടയണിയാണ്. അപ്പോ പടയണിയിലെ ഏറ്റവും വലിയ കോലം എന്നറിയപ്പെടുന്നത് ഏതാ? ഭൈരവിക്കോലമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പടയണിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മധ്യ തിരുവിതാംകൂറിലെ അനുഷ്ഠാന കലയാണ് പടയണി. മധ്യ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിൽ അരങ്ങേറുന്ന സംഘടിത കോലം തുള്ളൽ എന്നറിയപ്പെടുന്ന കല പടയണിയാണ്. അഗ്നി പടർന്ന ചൂട്ടുകറ്റകളുടെ പശ്ചാത്തലമുള്ളതിനാൽ ചൂട്ടുപടയണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കലാരൂപം പടയണിയാണ്. പടയണി കലാരൂപം ആരംഭിക്കുന്ന ചടങ്ങ് ചൂട്ടുവെപ്പ്. പടയണിക്കാലം ആരംഭിക്കുന്നത് ധനു 5 മുതലാണ്. പടയണിയിലെ ഏറ്റവും വലിയ കോലം എന്നറിയപ്പെടുന്നത് ഭൈരവിക്കോലമാണ്. പഠിക്കും. 1857 വിപ്ലവത്തിൽ ലക്നൌവിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഒന്നുകൂടി പറയുവാണ് ചോദ്യം. 1857 വിപ്ലവത്തില് ലക്നൌവിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം ബീഗം ഹസ്രത്ത് മഹലാണ്. ബീഗം ഹസ്രത്ത് മഹലാണ്. ഏകദേശം 150 കൂടുതൽ തവണ പ്രീവിയസ് ആയി ചോദിച്ചു കൊണ്ടിരിക്കുന്നതും കഴിഞ്ഞ എക്സാമിന് വരെ കൃത്യമായി എടുത്ത് ചോദിച്ച ചോദ്യമാണ്. 1857 വിപ്ലവത്തിൽ ലക്നൌവിൽ കലാപത്തിന്
കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം എന്താണ്? ബീഗം ഹസ്രത് മഹൽ ആണ്. ബീഗം ഹസ്രത് മഹൽ എന്ന് പറയുന്ന വ്യക്തിത്വം ലക്നൌവിൽ മാത്രമല്ല കലാപത്തിന് നേതൃത്വം നൽകിയത്, അവർ ആഗ്രയിലും ഔദിലും അതിനോടൊപ്പം തന്നെ അയോധ്യയിലും നേതൃത്വം നൽകിയിരുന്നു കലാപത്തിന്. അപ്പോ അവരെവിടെയൊക്കെയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്? ലക്നൌ, ആഗ്ര, ഔദ്, അയോധ്യ. പഠിച്ചു വെച്ചേക്കണേ, ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. അയോധ്യ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പല ടെക്സ്റ്റ് ബുക്കുകളിലും കാണാത്ത പോയിന്റ് ആണ്, അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചോളുക. ബീഗം ഹസ്രത് മഹല് കലാപത്തിന് നേതൃത്വം നൽകിയ പ്രദേശങ്ങൾ എവിടെയൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്നൌ, ആഗ്ര, ഔദ്, അതിനോടൊപ്പം പഠിക്കേണ്ടതാണ് അയോധ്യ. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ കാണും, യാതൊരു ടെൻഷനും വേണ്ട. നിങ്ങൾക്ക് ബാല എന്ന സുഹൃത്തുക്കൾക്ക് പഠിക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ, ബാല എന്നങ്ങ് പഠിച്ചു വെക്കുക. ഇതിൽ ബി എന്ന് പറയുന്നത് ബീഗം ഹസ്രത് മഹലിനെ സൂചിപ്പിക്കുന്നു. ആദ്യത്തെ എ എന്ന് പറയുന്നത് ആഗ്രയെയും രണ്ടാമത്തെ എ എന്ന് പറയുന്നത് അവധിനെയും സൂചിപ്പിക്കുന്നു. എൽ എന്ന് പറയുന്നത് ലക്നൌവിനെ സൂചിപ്പിക്കുന്നു. ഏറ്റവും അവസാനമായി വരുന്ന എ എന്ന് പറയുന്നത് അയോധ്യയെയും സൂചിപ്പിക്കുന്നു. അപ്പൊ കോഡ് മറക്കണ്ട സുഹൃത്തുക്കളെ, ബാല എന്ന കോഡ് അങ്ങ് പഠിച്ചു വെക്കുക. BAALA, ബാല എന്നങ്ങ് പഠിച്ചു വെക്കുക. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഗം ഹസ്രത് മഹലാണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രയെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ എ എന്തെന്ന് ചോദിച്ചാൽ അത് അവധിനെ സൂചിപ്പിക്കുന്നു. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്നൌവിനെ സൂചിപ്പിക്കുന്നു. അതിനോടൊപ്പം തന്നെ അവസാനത്തെ എന്താണ്? അയോധ്യയെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഈ ഒരു ഭാഗം നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക സുഹൃത്തുക്കൾ. കാരണം ഇപ്പോഴുള്ള PSCയുടെ ട്രെൻഡിങ് കിടക്കുന്ന ചോദ്യമാണ്. ഇപ്പോഴത്തെ PSCയുടെ പല എക്സാമുകളിലും ബീഗം ഹസ്രത് മഹൽ ഉത്തരമായി വരുന്നുണ്ട്, അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മറ്റു പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ കൂടി ഒന്ന് പഠിക്കാം. 1857 റിവോൾട്ടില് പങ്കെടുത്ത വ്യക്തിത്വങ്ങളെ പറ്റി. ഡൽഹിയിൽ പ്രധാനമായിട്ടും ജനറൽ ഭക്ത് ഖാനും അതുപോലെ തന്നെ ബഹദൂർ ഷാ രണ്ടാമനുമായിരുന്നു. ആരൊക്കെയാണ് ഡൽഹിയിൽ നേതൃത്വം നൽകിയത് കലാപത്തിന്? ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും, അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ എന്നൊക്കെ അറിയപ്പെടും കേട്ടോ. ചില പരീക്ഷകളിൽ ബഹദൂർ ഷാ സഫർ എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോ ഡൽഹിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തികൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമൻ, അല്ലെങ്കിൽ അദ്ദേഹം അറിയപ്പെടുന്ന പേരാണ് ബഹദൂർ ഷാ സഫർ. ഝാൻസിയിലും ഗോളിയാറിലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ് റാണി ലക്ഷ്മിഭായ്, അല്ലെങ്കിൽ നമ്മൾ ഝാൻസി റാണി എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ മണികർണിക എന്നറിയപ്പെടുന്ന ഝാൻസി റാണി ലക്ഷ്മിഭായി ആണ് ഝാൻസിയിലും ഗോളിയാറിലും കലാപത്തിന് നേതൃത്വം നൽകിയത്. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയായിരുന്നു കലാപത്തിന് നേതൃത്വം നൽകിയത്. ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ളയായിരുന്നു. പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ FM എന്നങ്ങ് പഠിച്ചു വെച്ചേക്ക് കേട്ടോ. ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ളയായിരുന്നു കലാപത്തിന് നേതൃത്വം നൽകിയത്. അതൊന്ന് പഠിച്ചു വെച്ചോളാം. കുറച്ചു നാളായിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കണ്ടുവരുന്നു. ബീഹാർ, ജഗദീഷ്പൂർ, ആര, കൻവർ സിംഗ്. ബീഗം ഹസ്രത് മഹൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ PSC ഒത്തിരി തവണ ചോദിച്ച പേരാണ് കൻവർ സിംഗ് എന്നുള്ള പേര്. അതുകൊണ്ട് ആ ഭാഗം പഠിച്ചു വെക്കുക സുഹൃത്തുക്കൾ. ബീഹാർ, ജഗദീഷ്പൂർ, ആര എന്നീ പ്രദേശങ്ങളില് കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണെന്ന് ചോദിച്ചാൽ അത് കൻവർ സിംഗ് ആണ്. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കൾ ചെറിയ കോഡങ്ങ് പഠിച്ചു വെച്ചേക്കുക. ബീജ ആര കണ്ണ എന്നങ്ങ് പഠിച്ചു വെച്ചേക്കുക. ബീജ ആര കണ്ണ എന്നങ്ങ് പഠിച്ചു വെച്ചേക്കുക. ഇതിൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാർ ആണ്. ജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗദീഷ്പൂർ ആണ്. ആര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര തന്നെയാണ്. കണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൻവർ സിംഗ് ആണ്. അപ്പൊ കോഡ് ഒന്നുകൂടെ പറഞ്ഞു തരാം സുഹൃത്തുക്കളെ, വളരെ ഈസിയാണ്. ബീജ ആര കണ്ണ, മറക്കരുത്. ബീജ ആര കണ്ണ എന്നങ്ങ് പഠിച്ചു വെക്കുക. ബീജ ആര കണ്ണ എന്നങ്ങ് പഠിച്ചു വെച്ചേക്കുക, മറക്കരുത് സുഹൃത്തുക്കളെ. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാർ, ജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗദീഷ്പൂർ, അതുപോലെ ആര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര തന്നെയാണ്. കണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൻവർ സിംഗ് ആണ്. ആരാണ്? കൻവർ സിംഗിനെ സൂചിപ്പിക്കുന്നു. ഇതിൽ ബീഹാർ മാത്രം 100-ൽ കൂടുതൽ തവണ PSC ചോദിച്ചുള്ളതാണ്. അതാണ് ആ ഭാഗത്തിന്റെ ഇമ്പോർട്ടൻസ്. ഹരിയാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് റാവു തുലാറാം. റാവു തുലാറാം ആണ് ഹരിയാനയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത്. ആസാമിലെ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് മണിറാം ദത്ത. ആസാമിലെ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാരെന്ന് ചോദിച്ചാൽ അത് മണിറാം ദത്തയാണ്. സുഹൃത്തുക്കളെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ. ഹരിയാനയിലെ ആന റാം റാം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമെന്ന് വിചാരിക്കുക. ഹരിയാനയിലെ ആന എങ്ങനെയാണ്? റാം റാം എന്ന് വിളിച്ചുകൊണ്ട് നടക്കുമെന്ന് ആലോചിക്കുക. അപ്പൊ ഹരിയാനയിലെ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? റാവു തുലാറാം. റാവു തുലാറാം. ഓക്കെയാണ്. ആസാമിലെ മണി എപ്പോഴും റാം റാം എന്ന് പറഞ്ഞായിരിക്കും അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആസാമിലെ മണി എങ്ങനെയാണ്? റാം റാം എന്ന് പറഞ്ഞായിരിക്കും അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോ ആസാമിലെ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാരെന്ന് ചോദിച്ചാൽ അത് മണിറാം ദത്ത
ദത്തയാണ്. ഈ 2 പോയിന്റ്സും LDC ലെവൽ ചോദിച്ചതാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയത്. അപ്പോ ഹരിയാനയിലെ ആന എങ്ങനെയാ വിളിക്കുന്നത്? റാം 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. ആസാമിലെ മണി എങ്ങനെയാ മുഴങ്ങുന്ന സുഹൃത്തുക്കളെ? അത് റാം 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 എന്ന് പറഞ്ഞാണ് മുഴങ്ങുന്നത്. അപ്പോ ആസാമിലെ കലാപത്തിന് നേതൃത്വം നൽകിയതാരെന്ന് ചോദിച്ചാൽ മണിറാം ദത്തയും, ഹരിയാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയതാരെന്ന് ചോദിച്ചാൽ റാവു തുലാറാമുമാണ്. പഠിക്കുക. ബറേലി റോഹിൻഖണ്ഡ് ഖാൻ ബഹദൂർ ഖാൻ. ബറേലിയിലും റോഹിൻഖണ്ഡിലും ഖാൻ ബഹദൂർ ഖാൻ ആയിരുന്നു കലാപത്തിന് നേതൃത്വം നൽകിയത്. ബറേലിയിലും റോഹിൻഖണ്ഡിലും ഖാൻ ബഹദൂർ ഖാൻ ആയിരുന്നു കലാപത്തിന് നേതൃത്വം നൽകിയത്. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയാ തോപ്പിയും ദാ കിടക്കുന്നു. 50-ൽ കൂടുതൽ തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. കാൺപൂരിൽ 1857 വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? നാനാ സാഹിബും താന്തിയാ തോപ്പിയും. നാനാ സാഹിബും താന്തിയാ തോപ്പിയും മറക്കരുത്. ഇത്രയും ഭാഗം ഇമ്പോർട്ടന്റ് ആണ്. കാൺപൂര് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. കാൺപൂരിലെ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? നാനാ സാഹിബ് താന്തിയ തോപ്പിയും കൂടെയാണ്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് ലോക്തക് തടാകം. ഏതാണ് ലോക്തക് തടാകം? ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് മണിപ്പൂരാണ്. മണിപ്പൂരിൽ തന്നെ മോർ റിയാങ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ്. മണിപ്പൂരിലെ തന്നെ മോർ റിയാങ് എന്ന് പറയുന്ന പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് ലോക്തക് തടാകമാണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് ലോക്തക് തടാകമാണ്. ഒഴുകുന്ന തടാകം എന്ന പേരിൽ അറിയപ്പെടുന്നത് ലോക്തക് തടാകമാണ്. ഒഴുകുന്ന തടാകം എന്ന പേരിൽ അറിയപ്പെടുന്നത് ലോക്തക് തടാകമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം സ്ഥിതി ചെയ്യുന്ന തടാകം ചോദിച്ചാൽ അത് ലോക്തക് തടാകമാണ്. ഇതാണ് പറഞ്ഞത്, തെറ്റിപ്പോവരുതെന്ന്. കാര്യം എന്താണ്? ഈ ലോക്തക് തടാകവുമായി ബന്ധപ്പെട്ട് കുറെ ഒഴുകുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അതിനകത്ത് കൊണ്ടുവന്ന് പോസ്റ്റ് ഓഫീസ് ഇട്ടു കൊടുക്കരുത്. പോസ്റ്റ് ഓഫീസ് എവിടെയാണ് വന്നത്? ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് അത് ദാൽ തടാകത്തിലാണ്. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം സ്ഥിതി ചെയ്യുന്ന തടാകം ചോദിച്ചാൽ അത് ലോക്തക് തടാകമാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദ്യ ഒഴുകുന്ന വാട്ടർ ഹാൻഡ്ലൂം ഹട്ട് നിലവിൽ വന്ന തടാകം ചോദിച്ചാൽ അത് ലോക്തക് തടാകമാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദ്യ ഒഴുകുന്ന വാട്ടർ ഹാൻഡ്ലൂം ഹട്ട് നിലവിൽ വന്ന തടാകം ലോക്തക് തടാകമാണ്. ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനമായ കെയ്ബുൾ ലംചാവോ സ്ഥിതി ചെയ്യുന്ന തടാകം ലോക്തക് തടാകമാണ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനം ഏതാ? കെയ്ബുൾ ലംചാവോ ദേശീയോദ്യാനമാണ്. അത് സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? അതും ലോക്തക് തടാകമാണ്. ഇന്ത്യയിലെ ആദ്യ പൊങ്ങിക്കിടക്കുന്ന ലബോറട്ടറി സ്ഥാപിതമായ തടാകം ചോദിച്ചാൽ അത് ലോക്തക് തടാകമാണ്. ഇന്ത്യയിലെ ആദ്യ പൊങ്ങിക്കിടക്കുന്ന ലബോറട്ടറി സ്ഥാപിതമായ തടാകം ഏതാ? അതും ലോക്തക് തടാകം തന്നെയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ലോക്തക് തടാകത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലാണ്. മണിപ്പൂരിൽ എവിടെയാ? മോർ റിയാങ് എന്ന് പറയുന്ന പ്രദേശത്താണ്. വടക്കു കിഴക്കൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് ലോക്തക് തടാകമാണ്. ഒഴുകുന്ന തടാകം എന്ന പേരിൽ അറിയപ്പെടുന്നത് ലോക്തക് തടാകമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം സ്ഥിതി ചെയ്യുന്ന തടാകം ലോക്തക് തടാകമാണ്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദ്യ ഒഴുകുന്ന വാട്ടർ ഹാൻഡ്ലൂം ഹട്ട് നിലവിൽ വന്ന തടാകം ചോദിച്ചാൽ അത് ലോക്തക് തടാകമാണ്. ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനമായ കെയ്ബുൾ ലംചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന തടാകം ചോദിച്ചാൽ അത് ലോക്തക് തടാകമാണ്. ഇന്ത്യയിലെ ആദ്യ പൊങ്ങിക്കിടക്കുന്ന ലബോറട്ടറി സ്ഥാപിതമായ തടാകം ലോക്തക് തടാകമാണ്. ഓർക്കുക. തിരുക്കൊച്ചി സംയോജനം നടന്നതെന്നാണ്? 1949 ജൂലൈ മാസം 1-ാം തീയതിയാണ്. പഠിച്ചോളനെ. തിരുക്കൊച്ചി സംയോജനം നടന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ 1949 ജൂലൈ മാസം 1-ആണ്. ഇതിനോടൊപ്പം ജസ്റ്റ് ഒരു പോയിന്റ് കൂടെ പഠിച്ചു വെച്ചോളനെ. നമ്മുടെ തിരുക്കൊച്ചി സംയോജനത്തിന്റെ 75-ാം വാർഷികം നമ്മൾ എന്നാണ് ആഘോഷിച്ചതെന്ന് ചോദിച്ചാൽ 2024 കേട്ടോ. അതാണ് ഈ ക്വസ്റ്റ്യൻ വന്നത്. നമ്മുടെ തിരുക്കൊച്ചി സംയോജനത്തിന്റെ 75-ാം വാർഷികം നമ്മൾ ആഘോഷിച്ചതെന്ന് ചോദിച്ചാൽ അത് 2024 ആയിരുന്നു. അപ്പോൾ തിരുക്കൊച്ചി സംയോജനം നടന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ 1949 ജൂലൈ മാസം 1-ാം തീയതി. തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ രാജ്യപ്രമുഖ് എന്നറിയപ്പെടുന്നത് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. പഠിച്ചോളണേ. ഈ സംസ്ഥാനത്തെ ആദ്യ രാജ്യപ്രമുഖ് എന്നറിയപ്പെടുന്നത് ആരാണ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. തിരുക്കൊച്ചിയിലെ പ്രധാന മുഖ്യമന്ത്രിമാരെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്നു പറവൂർ TK നാരായണപിള്ള. തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി ആരായിരുന്നു? പറവൂർ TK നാരായണപിള്ളയായിരുന്നു. തിരുക്കൊച്ചിയിലെ അവസാന മുഖ്യമന്ത്രി പനമ്പള്ളി ഗോവിന്ദമേനോനായിരുന്നു. തിരുക്കൊച്ചിയിലെ അവസാന മുഖ്യമന്ത്രി ആരായിരുന്നു? പനമ്പള്ളി ഗോവിന്ദമേനോനായിരുന്നു. ഇനി നമുക്ക് എല്ലാവരെയും ഒന്നുകൂടി പഠിക്കാം.
പറവൂർ ടി.കെ. നാരായണപിള്ള 1949 മുതൽ 1951 വരെ. പറവൂർ ടി.കെ. നാരായണപിള്ള 1949 മുതൽ 1951 വരെ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്നു. സി കേശവൻ 1951 മുതൽ 1952 വരെ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്നു. സി കേശവൻ 1951 മുതൽ 1952 വരെ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്നു. എ ജെ ജോൺ 1952 മുതൽ 1954 വരെ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്നു. എ ജെ ജോൺ 1952 മുതൽ 1954 വരെ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്നു. പട്ടം താണുപിള്ള 1954 മുതൽ 1955 വരെ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്നു. പട്ടം താണുപിള്ള 1954 മുതൽ 1955 വരെ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്നു. പനമ്പള്ളി ഗോവിന്ദമേനോൻ 1955 മുതൽ 1956 വരെ നമ്മുടെ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്നു. പനമ്പള്ളി ഗോവിന്ദമേനോൻ 1955 മുതൽ 1956 വരെ നമ്മുടെ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്നു. 1956 ശേഷം എന്തുകൊണ്ട് ആരും ആയില്ലെന്ന് ചോദിച്ചാൽ 1956 നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിച്ചു. പിന്നെ നമുക്ക് അവിടെ ഇലക്ഷനാണ്, ഓപ്പൺ ഇലക്ഷനാണ് വരുന്നത്. പിന്നെ അവിടെ ഈ പറയുന്ന തിരുക്കൊച്ചി മുഖ്യമന്ത്രിമാരുടെ ഒന്നും കാര്യമില്ല. അതുകൊണ്ട് അവരെയൊക്കെ പിരിച്ചുവിടുകയും ചെയ്തു. അപ്പൊ അതുകൂടെ സുഹൃത്തുക്കളൊന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇനി ഈ പറഞ്ഞിരിക്കുന്നത് സ്ഥിരം PSC ചോദിക്കുന്നതാണ് ഈ തിരുക്കൊച്ചി മുഖ്യമന്ത്രിമാരെന്നുള്ളത്. അത് പഠിക്കാനായിട്ട് ഒരു ഈസി കോഡ് സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരാം, ശ്രദ്ധിക്കുക. കോഡ് ഒന്ന് പറയുവാണ്: പറകേശവ ജോണിന്റെ പട്ടം പനയിലാണോ? കോഡ് ഒന്നുകൂടി പറയാം: പറകേശവ ജോണിന്റെ പട്ടം പനയിലാണോ? ഇനി കോഡിന്റെ എക്സ്പ്ലനേഷൻ പറയാം സുഹൃത്തുക്കൾ, ശ്രദ്ധിക്കുക. പറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറവൂർ ടി.കെ. നാരായണപിള്ള. പറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറവൂർ ടി.കെ. നാരായണപിള്ള. കേശവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി കേശവൻ. കേശവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി കേശവൻ. ജോണിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ജെ ജോണ്. ജോണിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ജെ ജോൺ ആണ്. പട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടം താണുപിള്ള. പട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടം താണുപിള്ള. പനയിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പനമ്പള്ളി ഗോവിന്ദമേനോൻ. പനയിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പനമ്പള്ളി ഗോവിന്ദമേനോനാണ്. ഒന്നുകൂടി പറഞ്ഞ സുഹൃത്തുക്കളെ കോഡ് ശ്രദ്ധിക്കുക. പറകേശവ ജോണിന്റെ പട്ടം പനയിലാണോ എന്നാണ് നമ്മുടെ കോഡ്. ഈ കോഡ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? പറ എന്ന് പറഞ്ഞാൽ പറവൂർ ടി.കെ. നാരായണപിള്ള. കേശവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി കേശവൻ. ജോണിന്റെ എന്ന് പറഞ്ഞാൽ എ ജെ ജോണ്. പട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടം താണുപിള്ള. പനയിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പനമ്പള്ളി ഗോവിന്ദമേനോൻ. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. തിരുക്കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യത്തെ രാജ്യപ്രമുഖ് എന്നറിയപ്പെടുന്നത് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. തിരുക്കൊച്ചിയിലെ പ്രധാന മുഖ്യമന്ത്രിമാരിലേക്ക് കടന്നാല് തിരുക്കൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്നത് പറവൂർ ടി.കെ. നാരായണപിള്ള. തിരുക്കൊച്ചിയിലെ അവസാന മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്നത് പനമ്പള്ളി ഗോവിന്ദമേനോനാണ്. ഇനി നമുക്ക് ഓർഡറിലൊന്ന് നോക്കാം. പറവൂർ ടി.കെ. നാരായണപിള്ള 1949 മുതൽ 1951 വരെ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്നു. സി കേശവൻ 1951 മുതൽ 1952 വരെ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്നു. എ ജെ ജോൺ 1952 മുതൽ 1954 വരെ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്നു. പട്ടം താണുപിള്ള 1954 മുതൽ 1955 വരെ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്നു. പനമ്പള്ളി ഗോവിന്ദമേനോൻ 1955 മുതൽ 1956 വരെ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്നു. അതിനുശേഷം നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിക്കുകയും ഓപ്പൺ ഇലക്ഷൻ വരികയും ചെയ്തു. അതോടുകൂടി ഈ പറഞ്ഞിരിക്കുന്ന തിരുക്കൊച്ചി മുഖ്യമന്ത്രിമാരെ പിരിച്ചുവിടുകയും ചെയ്തു. ഇനി ഇത് പഠിക്കാനുള്ള കോഡ് എന്താ പറഞ്ഞത്? പറകേശവ ജോണിന്റെ പട്ടം പനയിലാണോ എന്നാണ്. പറ എന്ന് പറഞ്ഞാൽ പറവൂർ ടി.കെ. നാരായണപിള്ള. കേശവ എന്ന് പറഞ്ഞാൽ സി കേശവൻ. ജോണിന്റെ എന്ന് പറഞ്ഞാൽ എ ജെ ജോണ്. പട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടം താണുപിള്ള. പനയിലാണോ എന്ന് ചോദിച്ചാല് പനമ്പള്ളി ഗോവിന്ദമേനോൻ. പഠിക്കുക. കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? ഉത്തരം 1056 ആണ് കേട്ടോ. കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് 1056. പഠിച്ചോളണേ. കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1056 ആണ്. ആംബുലൻസിന്റെ നമ്പർ 108. ആംബുലൻസിന്റെ നമ്പർ എത്രയാണ്? 108 ആണ്. ഫയർഫോഴ്സിന്റെ നമ്പർ 101 ആണ്. ഫയർഫോഴ്സിന്റെ നമ്പർ എത്രയാ? 101 ആണ്. പോലീസ് കൺട്രോൾ റൂമിന്റെ നമ്പർ 100ഉം 112ഉം. പഠിച്ചോളണേ. പോലീസ് കൺട്രോൾ റൂമിന്റെ നമ്പർ എത്രയാണ്? 100ഉം 112ഉം. മിത്ര വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ 181. പഠിച്ചോളണേ. മിത്ര വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 181 ആണ്.
ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098 ചോദിച്ചിട്ടുണ്ട് PSC. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1098 ആണ്. വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ ആണെങ്കിൽ അത് 1091 ആണ്. റിലേറ്റ് ചെയ്തങ്ങ് പഠിച്ചോളണേ. വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ ആണെങ്കിൽ 1091, ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ആണെങ്കിൽ 1098. ഫ്ലഡ് ആൻഡ് ഡിസാസ്റ്റർ ഹെൽപ്പ് ലൈൻ നമ്പർ 1070 അല്ലെങ്കിൽ 1077 പഠിച്ചോളണേ. ഫ്ലഡ് ആൻഡ് ഡിസാസ്റ്റർ ഹെൽപ്പ് ലൈൻ നമ്പർ ആണെങ്കിൽ 1070 അല്ലെങ്കിൽ 1077. പിങ്ക് പോലീസിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ 1515. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പിങ്ക് പോലീസിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1515. ക്രൈം സ്റ്റോപ്പറിന്റെ നമ്പർ 1090. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ക്രൈം സ്റ്റോപ്പറിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1090 ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ആംബുലൻസിന്റെ നമ്പർ 108, ഫയർഫോഴ്സിന്റെ നമ്പർ 101, പോലീസ് കൺട്രോൾ റൂം 2 നമ്പർ 100 അല്ലെങ്കിൽ 112, മിത്ര വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ 181, ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098, വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ ആണെങ്കിൽ 1091, ഫ്ലഡ് ആൻഡ് ഡിസാസ്റ്റർ ഹെൽപ്പ് ലൈൻ നമ്പർ 1070 1077, പിങ്ക് പോലീസിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ 1515 എന്നാണ്. ക്രൈം സ്റ്റോപ്പറിന്റേത് 1090 ആണ്. പഠിക്കും. മാംസത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം കോഷിയോക്കർ ആണ് അല്ലെ. മാംസത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? അത് കോഷിയോക്കർ ആണ്. വൈറ്റമിനുകളുടെ ആധിക്യം മൂലം ശരീരത്തിലുണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ വൈറ്റമിനോസിസ് എന്നറിയപ്പെടുന്നു. വൈറ്റമിനുകളുടെ ആധിക്യം മൂലം ശരീരത്തിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ വൈറ്റമിനോസിസ്. അപര്യാപ്തത രോഗങ്ങളെ പറ്റി നമുക്കൊന്ന് നോക്കാം. ജീവകം എ നിശാന്തത അല്ലെങ്കിൽ സീറോഫ്താൽമിയ, 2 രോഗമുണ്ട്. ജീവകം എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് നിശാന്തത, മാലക്കണ്ണ് അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്സും, അതുപോലെ സീറോഫ്താൽമിയ. സീറോഫ്താൽമിയ എന്ന് വെച്ചാൽ എന്താണ്? കണ്ണിന്റെ ഈർപ്പം നഷ്ടമാകുന്ന അവസ്ഥ അല്ലെങ്കിൽ കണ്ണ് ഡ്രൈ ആവുന്ന അവസ്ഥയാണ് നമ്മൾ സീറോഫ്താൽമിയ എന്ന പേരിൽ പറയുന്നത്. ജീവകം ബിയുടെ കുറവ് മൂലം ബെറിബെറി, അതുപോലെ തന്നെ എടുത്തു പഠിച്ചോളാം. ജീവകം B3 ആണെങ്കിൽ പെല്ലഗ്ര, ജീവകം B9 ആണെങ്കിൽ വിളർച്ച. ഇത് രണ്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചോണ്ട് നമ്മൾ ആഡ് ചെയ്തതാണ്. ജീവകം ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം കോമൺ ആയിട്ട് പറയുവാണെങ്കിൽ ബെറിബെറി. ഇനി എടുത്തൊന്ന് പഠിക്കണം, കാരണം PSC ചോദിച്ചിട്ടുണ്ട്. ജീവകം B3യുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം പെല്ലഗ്ര, ജീവകം B9ന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം വിളർച്ചയാണ്. ജീവകം സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. ജീവകം സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. ജീവകം ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. ജീവകം ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. ജീവകം ഇയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് വന്ധ്യത. ജീവകം ഇയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം വന്ധ്യതയാണ്. ജീവകം കെയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അമിത രക്തസ്രാവം. ജീവകം കെയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? അമിത രക്തസ്രാവമാണ്. പഠിക്കുക. രക്തത്തിൽ ഇരുമ്പിൽ അമിതമാകുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സിഡാറോസിസ്. മറക്കല്ലേ, രക്തത്തില് ഇരുമ്പ് അമിതമാകുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സിഡാറോസിസ്. കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ടെറ്റനി, ഓസ്റ്റിയോപൊറോസിസ്, കുട്ടികളിലെ വരൾച്ച മുരടിക്കല്. പഠിച്ചോളനെ. കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ടെറ്റനി, ഓസ്റ്റിയോപൊറോസിസ്, കുട്ടികളിലെ വളർച്ച മുരടിക്കൽ. പൊട്ടാസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് സന്ധിവാതം. പഠിച്ചോളനെ. പൊട്ടാസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് സന്ധിവാതം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വൈറ്റമിനുകളുടെ ആധിക്യം മൂലം ശരീരത്തിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ വൈറ്റമിനോസിസ്. അപര്യാപ്ത രോഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ജീവകം എയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് 2 രോഗങ്ങൾ, നിശാന്തത, മാലക്കണ്ണ്, നൈറ്റ് ബ്ലൈൻഡ്നെസ്, അല്ലെങ്കിൽ മറ്റൊരു രോഗം ഏതാണ്? സീറോഫ്താൽമിയ. സീറോഫ്താൽമിയ എന്ന് വെച്ചാൽ കണ്ണിൽ ഈർപ്പം നഷ്ടമാകുന്ന അവസ്ഥ. ജീവകം ബി എന്ന് പറഞ്ഞാൽ ബെറിബെറിയാണ് കോമൺ ആയിട്ട് പറയുന്നത്. ഒന്നുകൂടി ഡീപ്പായിട്ട് പോയാൽ ജീവകം B3 പെല്ലഗ്ര, ജീവകം B9 വിളർച്ച. ഇത് രണ്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചത്. ജീവകം സി എന്ന് പറയുന്നത് സ്കർവി ആണ്. ജീവകം ഡി എന്ന് പറയുന്നത് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ആണ്. ജീവകം ഇ എന്ന് പറയുന്നത് വന്ധ്യതയാണ്. ജീവകം കെ എന്ന് പറയുന്നത് അമിത രക്തസ്രാവമാണ്. ഇനി രക്തത്തിൽ ഇരുമ്പ് അമിതമാകുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സിഡാറോസിസ്. കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ടെറ്റനി, ഓസ്റ്റിയോപൊറോസിസ്, കുട്ടികളിലെ വളർച്ച മുരടിക്കൽ. പൊട്ടാസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് സന്ധിവാതം. പഠിക്കുക. സുഹൃത്തുക്കളെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളുടെ പട്ടികയാണ്. അതായത് പ്രധാനപ്പെട്ട ദിവസങ്ങളും അവയുടെ പ്രാധാന്യവും എന്തെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ കഴിഞ്ഞ ലാസ്റ്റ് LD എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾക്ക് മനസ്സിലാകും എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് പ്രധാനപ്പെട്ട ദിനങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് നമുക്കത് വ്യക്തമായിട്ട് പഠിക്കണം. നമ്മുടെ വരാൻ പോകുന്ന എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട ദിവസങ്ങളും അവയുടെ പ്രത്യേകതകളും. ജനുവരി 1 ആർമി മെഡിക്കൽ കോർപ്സ് എസ്റ്റാബ്ലിഷ്മെന്റ് ദിനം.
ആഗോള കുടുംബ ദിനം, ലോക സമാധാന ദിനം. ജനുവരി 1 എന്തൊക്കെയാ നമ്മൾ ആചരിക്കുന്നത്? ആർമി മെഡിക്കൽ കോർപ്സ് എസ്റ്റാബ്ലിഷ്മെന്റ് ദിനം, ആഗോള കുടുംബ ദിനം, ലോക സമാധാന ദിനം. ഇതിനകത്ത് ആഗോള കുടുംബ ദിനവും ലോക സമാധാന ദിനവും PSC പ്രീവിയസ് ആയി ചോദിച്ചത് ഓർക്കുക. ജനുവരി 6 ലോകയുദ്ധത്തിൽ അനാഥരായവരുടെ ദിനമാണ്. ജനുവരി 6 ലോകയുദ്ധത്തിൽ അനാഥരായവരുടെ ദിനമാണ്. ഇതുവരെയും PSC ചോദിച്ചു കണ്ടിട്ടില്ല, ചോദിക്കാൻ സാധ്യതയുണ്ട്. ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസ് അല്ലെങ്കിൽ NRI ദിവസമാണ്. നമ്മുടെ ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസം അല്ലെങ്കിൽ NRI ദിനമാണ്. PSC പ്രീവിയസ് ആയി ചോദിച്ചൊരു ദിനവുമാണ്. ജനുവരി 10 ലോക ചിരി ദിനം, ലോക ഹിന്ദി ദിനം. ജനുവരി 10 ആചരിക്കുന്നത് ലോക ചിരി ദിനമായിട്ടും ലോക ഹിന്ദി ദിനമായിട്ടുമാണ്. ഇത് രണ്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. ജനുവരി 12 ദേശീയ യുവജന ദിനം, അതായത് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായിട്ടുള്ള ജനുവരി 12 ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നു. എന്തിനാണ് ജനുവരി 12 ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നതെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഏത് ദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നതെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ജനുവരി 12 ദേശീയ യുവജന ദിനം എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആചരിക്കുന്നത്? സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായതുകൊണ്ട്. ജനുവരി 15 കരസേനാ ദിനം. കരസേനാ ദിനമായി നമ്മൾ ആചരിക്കാൻ കാരണം 1949 ബ്രിട്ടീഷുകാരിൽ നിന്നും ഫീൽഡ് മാർഷൽ KM കരിയപ്പ കരസേനയുടെ കമാൻഡർ ഏറ്റെടുത്തത് ഈ ദിവസമാണ്. ഓർത്തോളണേ. അപ്പോൾ ജനുവരി 15 നമ്മൾ കരസേന ദിനമായിട്ട് ആചരിക്കാൻ കാരണം എന്താ? 1949 ബ്രിട്ടീഷുകാരിൽ നിന്നും ഫീൽഡ് മാർഷൽ KM കരിയപ്പ കരസേനയുടെ കമാൻഡർ പദവി ഏറ്റെടുത്ത് ഈ ദിവസമായതുകൊണ്ടാണ് നമ്മൾ ജനുവരി 15 കരസേന ദിനമായിട്ട് ആചരിക്കുന്നത്. ഈ 2 പോയിന്റും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അടുത്തതാണ് ജനുവരി 25 അന്താരാഷ്ട്ര കസ്റ്റംസ് ഡ്യൂട്ടി ദിനം, ഇന്ത്യൻ ടൂറിസം ദിനം, ദേശീയ വോട്ടേഴ്സ് ദിനം. ജനുവരി 25 പ്രത്യേകതകൾ എന്തൊക്കെയാ? അന്താരാഷ്ട്ര കസ്റ്റംസ് ഡ്യൂട്ടി ദിനം, ഇന്ത്യൻ ടൂറിസം ദിനം, ദേശീയ വോട്ടേഴ്സ് ദിനം. ഇത് മൂന്നും PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജനുവരി 26 റിപ്പബ്ലിക് ദിനം. നമുക്ക് എല്ലാവർക്കും അറിയാം ജനുവരി 26 എന്താണ്? റിപ്പബ്ലിക് ദിനമാണ്. ജനുവരി 27 അന്താരാഷ്ട്ര അനുസ്മരണ ദിനം. ഇതുവരെയും ചോദിച്ചു കണ്ടിട്ടില്ല. ജനുവരി 27 അന്താരാഷ്ട്ര അനുസ്മരണ ദിനം. ജനുവരി 30 രക്തസാക്ഷി ദിനം. രക്തസാക്ഷി ദിനം വെച്ചാൽ നമ്മുടെ മഹാത്മാഗാന്ധി മരണപ്പെട്ട ദിനമായതിനാണ് നമ്മൾ രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ ജനുവരി 30 രക്തസാക്ഷി ദിനമാണ്. അതിനോടൊപ്പം തന്നെ ലോക കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം. PSC ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ലോക കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം 2 ഡിഗ്രി ലെവൽ എക്സാമിൽ കണ്ടിരുന്നു. അതുകൊണ്ട് അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ജനുവരി 30 പ്രത്യേകതകൾ എന്തൊക്കെയാ? ഒന്ന്, നമ്മുടെ മഹാത്മാഗാന്ധി മരണപ്പെട്ടത് കൊണ്ട് രക്തസാക്ഷി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ലോക കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 30 ആണ്. ഇത്രയും ടോപ്പിക്സ് ആയിരുന്നു നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മളിവിടെ കവർ ചെയ്ത് പോയ സുഹൃത്തുക്കളെ. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഒന്നിൽ കൂടുതൽ തവണ കണ്ട് വ്യക്തമായിട്ട് ഈ ഭാഗങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കളെല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനോടൊപ്പം തന്നെ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ക്ലബ് തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കളെല്ലാവർക്കും നന്ദി, നമസ്കാരം.